ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മാർച്ച് 20th ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ലാസ്റ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അതായത് 9th മന്തിലെ ലാസ്റ്റ് ചെക്കപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഞാനും ഏട്ടനും കൂടെ പോവുകയാണ്. അപ്പോൾ അന്ന് ഒരു ദിവസത്തെ വ്ളോഗാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കല്യാൺ സിൽക്സിൻ്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതായത് എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാരഗൺ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് തിരക്കൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാകും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയപ്പം. അപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നെയ്റോസ്റ്റും അതുപോലെ ഏട്ടൻ വെള്ളപ്പവും സ്റ്റൂ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികവും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയ്റോസ്റ്റ് തന്നെയാണ് കേട്ടോ എവിടെ പോയാലും ഓർഡർ ചെയ്യാറ്. എനിക്ക് അങ്ങനെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കഴിച്ച് നോക്കാം അങ്ങനെയൊന്നും തോന്നാറില്ല. എനിക്കെപ്പോഴും ഈ നെയ്റോസ്റ്റോ അല്ലെങ്കിൽ മസാല ദോശ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഏട്ടൻ വെള്ളപ്പവും സ്റ്റൂവും ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. സ്റ്റൂ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു 9 o'clockനാണ് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സ്കാനിങ്ങിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ സ്കാനിങ്ങൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ വേഗം കഴിഞ്ഞു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളടുത്ത് ഡോക്ടർ കഴിഞ്ഞ മാസം തന്നെ ബുക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ റിസൾട്ടൊക്കെ കിട്ടി വരും ഡോക്ടറെ കാണിച്ച് വരുന്നപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞത് 25th അഡ്മിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നാൽ മതി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഏതായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബേപ്പൂരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. കുറച്ച് നമ്മൾ കാലിക്കറ്റ് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ബേപ്പൂർ. അപ്പം നമ്മൾ അവിടെ ഉള്ളൊരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിനെ കുറിച്ചിട്ട്. അപ്പം അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനാണ് ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട്, നല്ല ഫുഡാണെന്ന് പോയി കഴിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഹോട്ടലിൽ പ്രത്യേകത, ഈ ഹോട്ടലിൽ പേരില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഞങ്ങളിവിടെ ഫുഡ് സാധാരണ ഫുഡാണ്, മീൽസ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫ്രൈ, അതായത് സീ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പം ഞാൻ ചെമ്മീനും അതുപോലെ ഏട്ടൻ ഐക്കൂറ അങ്ങനെ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൂന്തൾ അങ്ങനെ വെറൈറ്റി ഓഫ് സീ ഫുഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സീ ഫുഡ്സ് ആണ് കേട്ടോ. കാരണം കടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ സീ ഫുഡ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും. അപ്പം ഇവർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യാത്ത എന്തെങ്കിലും കണ്ടെങ്കിൽ അതും ഒന്ന് തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂന്തളൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ്. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് മെറ്റേണിറ്റീൻ്റെ ഒരു ഷോപ്പിൽ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്കാവുള്ളൊരു ഷോപ്പാണ്. ഞങ്ങൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ സാധനങ്ങൾ ബേബിക്കും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, നല്ല എക്സ്പെൻസ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 സാധനങ്ങളും കൂടെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയിരുന്നത് ഗോകുലം മാളിലേക്കാണ് കേട്ടോ.
അങ്ങനെ കയറി വരുമ്പം നമുക്ക് നേരെ കാണുന്നത് നെസ്റ്റോ ആണ് കേട്ടോ. നെസ്റ്റോൻ്റെ വലിയൊരു എന്താ പറയുക ഏരിയ ഉള്ളത് ഈ ഗോകുലം കുറേ സ്ഥലത്ത് നെസ്റ്റോ ഉണ്ട് കാലിക്കറ്റിൽ. അതിൽ തന്നെ നമ്മൾ ഗോകുലം മാളിലാണ് ഇതിൻ്റെ വലിയൊരു ഷോറൂം ഉള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ ഒന്നും എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. നമ്മളിവിടുന്ന് നേരെ പിന്നെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഫിലിം കാണാൻ പോയാലോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് പോയത്, അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഹലോ, അപ്പം ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് കേട്ടോ ഒരു ഫിലിമിന് പോയാലോ എന്ന്. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. രാത്രി 10 മണീൻ്റെ ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.